आराधन करता हूँ मैं आर्कड़ी, आत्मा और सत्य से आराधना करूं। आराधना करता हूँ मैं आर्कड़ी, आत्मा और सत्य से आराधना करूं। मेरा प्राण प्रिय यीशु के लिए, मुझे रजने वाला पिता मेरा यीशु के लिए। मेरा प्राण प्रिय यीशु के लिए, मुझे रजने वाला पिता मेरा यीशु के लिए। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। आराधना 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 ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിച്ച് അതിൽ നിന്ന് നമുക്ക് അതിനകത്തെ വചനം സംസാരിച്ച് വചനം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിനും ഉപരിയായി നിൻ്റെ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവർ, ഈ വചനത്തിൽ നിന്ന് നമുക്ക് നമ്മളോട് ദൈവം സംസാരിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം, അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അപ്പോൾ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഞാനും ദൈവത്തെ സ്നേഹിക്കണം. അതാണ് നിൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം. ആദ്യൻ്റെ സ്വർഗത്തിലെ പിതാവിനെ സ്നേഹിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ പിതാവെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ എന്തു പറഞ്ഞാലും നമ്മൾ അതുപോലെ അനുസരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ ബന്ധങ്ങളെ കഴിഞ്ഞിട്ട് ദൈവം മതി എന്ന് വിചാരിച്ചാൽ ദൈവത്തിന് അതിഷ്ടമില്ല. നിന്നെ സൃഷ്ടിച്ച ദൈവമായിട്ടാണ് നിനക്ക് ആദ്യ ബന്ധം. അതാണ് ദൈവവചനം പറയുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്, എന്നാൽ ദൈവവും ദൈവത്തിൻ്റെ വചനവും എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ മറ്റ് എന്തിനേക്കാളും ദൈവത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുമാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 91-14-15 വരെ വായിക്കുമ്പോൾ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം അവനോട് പറ്റിയിരിക്കാനാണ്. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഉൽപ്പത്തിയിൽ ഹാനോക്ക് എന്നൊരു ദൈവഭക്തനെ പറ്റി പറയുന്നു. ഹാനോക്കിനെ പറ്റി വചനം പറയുന്നത് ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 355 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ അബ്രഹാമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ദൈവം പറയുന്നത് മറുതല പറയാതെ അത് തൻ്റെ കുടുംബത്തെ അവഗണിക്കേണ്ടി വന്നാലും ദൈവം പറയുന്നതൊക്കെ ചെയ്യുവാൻ തയ്യാറായിരുന്നു. ദൈവം എന്ത് പറഞ്ഞാലും ഓക്കെ എന്നായിരുന്നു അബ്രഹാമിൻ്റെ ആൻസർ. മറു ചോദ്യമില്ല. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. പല വിഷയങ്ങളും തൻ്റെ ഭാര്യയോടോ മകനോടോ അഭിപ്രായം ചോദിക്കാൻ അബ്രഹാം നിന്നില്ല. അങ്ങനെ അവരോട് ചോദിക്കാൻ നിന്നെങ്കിൽ പല ദൈവിക പദ്ധതികളും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. തൻ്റെ ഏകജാതനായ വാഗ്ദത്ത പുത്രനെ, അതായത് ഇസാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു എക്സ്ക്യൂസും പറയാതെ തൻ്റെ വേദനകളെല്ലാം ഉള്ളിൽ ഒതുക്കി ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തതായി കാണും. അബ്രഹാമിനെ അതുകൊണ്ട് ഭൂമിയിലും സ്വർഗത്തിലും ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ നമ്മൾ ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ 2 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദാവീദ് ഒരുപാട് പാപം ചെയ്തു കൂട്ടിയ പാപിയായ ഒരു മനുഷ്യൻ. ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു കൂട്ടി.
അപ്പോൾ ദാവീദിന് രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ദാവീദ് തൻ്റെ പാവങ്ങളെക്കുറിച്ച് അവൻ പശ്ചാത്തപിച്ചു. രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിക്കുകയും തൻ്റെ പാവങ്ങളെ ഓരോന്നായി ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് മാപ്പപേക്ഷിച്ചു. എന്നാൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിൻ്റെ കൃപ ദാവീദിന്മേൽ വന്നു. ദാവീദിനെ കഴുകി ശുദ്ധിയാക്കി. നിൻ്റെ പാവം എത്ര കടുംചുവപ്പായാലും അത് ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ദൈവം ദാവീദിനെ പാപമോചിതനാക്കി. പിന്നെ എല്ലാം ദാവീദ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം, ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തിൻ്റെ വേണ്ടി ആലയം പണിയുന്നതിലും ഒക്കെ ദൈവകാര്യങ്ങൾ ദാവീദ് പ്രാധാന്യം കൊടുക്കുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവനെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോയി. അതുകൊണ്ട് ദാവീദിനെ പറ്റി പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെക്കാൾ അധികം അമ്മയോ അപ്പനെയോ മകനെയോ മകളെയോ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് യോഗ്യനല്ല. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്. ദൈവത്തിൽ മാത്രം അർപ്പിച്ച് ജീവിച്ച് കാണിച്ചു തന്നു. ലൂക്കോസ് 8:19 വായിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു. പുരുഷാരം നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രയെന്ന് ഉത്തരം പറഞ്ഞു. തൻ്റെ അമ്മയെക്കാളും സഹോദരന്മാരെക്കാളും പ്രാധാന്യം ദൈവത്തിനും ദൈവേഷ്ടത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുന്നതായി അവിടെ കാണാം. യോഹന്നാൻ 2:4 വായിക്കുമ്പോൾ കാനാവിലെ കല്യാണമാണ് അവിടുത്തെ വിഷയം. യേശു ആദ്യമായി തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ചെയ്ത അത്ഭുതം. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. യേശുവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയും അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മറിയ വിചാരിച്ചു യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്ത് വീഞ്ഞുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. കല്യാണ വീട്ടുകാരുടെ മാനം രക്ഷിക്കണമല്ലോ. യേശു ദൈവപുത്രനാണെന്നും യേശുവിനത് ചെയ്യുവാൻ കഴിയുമെന്നും മറിയയ്ക്ക് അറിയാമായിരുന്നു. പെട്ടെന്ന് യേശു അമ്മയോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശുവിന് അവിടെ സ്ത്രീ എന്ന അമ്മയെ വിളിക്കേണ്ടി വന്നു. അങ്ങനെ പറയേണ്ടി വന്നു. എനിക്ക് എൻ്റെ അമ്മയേക്കാൾ എൻ്റെ ദൈവമായിട്ടാണ് ബന്ധം. എന്തിനെൻ്റെ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് നിനക്ക് വേണ്ടിയോ നീ പറയുന്ന കാര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കുവാൻ കഴിയില്ല. കാരണം ഞാനും എൻ്റെ ദൈവമായിട്ടാണ് കൂടുതൽ ബന്ധം. അവൻ പറഞ്ഞല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ്റെ അനുവാദമില്ലാതെ എനിക്കൊരു കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. യേശു എന്തെങ്കിലും അത്ഭുത പ്രവർത്തനം ചെയ്തെങ്കിൽ അത് ദൈവം പറഞ്ഞിട്ടാണ് ചെയ്തത്. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്കത് ചെയ്യുവാനുള്ള സമയമായില്ല. അത് നീ എന്നോട് പറയുന്നതിലും നല്ലത് ദൈവത്തോട് നേരിട്ട് പറയുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തോട് പറയുക. ഒരുപക്ഷെ മറിയ അത് പറഞ്ഞില്ലെങ്കിലും യേശുവിനത് ചെയ്യുവാൻ കഴിയുമായിരുന്നു. അവിടെ യേശു ദൈവമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? മത്തായി സുവിശേഷം 8:21 നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരിൽ വേറൊരുവൻ അവനോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അവിടെയും മനസ്സിലാക്കേണ്ടത് മറ്റാർക്കുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ദൈവത്തിന് തന്നെ. നീ ദൈവത്തെ പിന്തുടരാൻ തീരുമാനിച്ചാൽ, ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയാൽ, നിൻ്റെ സ്വന്തം ബന്ധങ്ങളേക്കാൾ ആ പ്രാധാന്യം ദൈവത്തിനാണ്. ദൈവം എന്ത് പറയുന്നു അത് ആദ്യം കേൾക്കുക, ബാക്കിയെല്ലാം രണ്ടാമത്. കലപ്പയ്ക്ക് കൈ കൊടുത്ത ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാത്തവൻ എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ദൈവത്തെ അനുസരിക്കുക. അല്ല, ഭൂമിയിലെ നന്മ മാത്രം മതിയെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി. നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ദൈവത്തിനും ദൈവകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക തന്നെ വേണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവ വിഷയങ്ങളൊക്കെ നാം ശ്രദ്ധ കാണിക്കണം. ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിലും ഒക്കെ ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടി അത് ചെയ്യണം. അതാണല്ലോ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹം. സഭായോഗങ്ങളിൽ നാം ദൈവത്തെ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കൂട്ടുവിശ്വാസവും ഒരുമിച്ചുള്ള കൂട്ടായ്മ. അങ്ങനെയുള്ള ആരാധനകളിൽ സ്വർഗം സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നു. സ്വർഗത്തിൽ 24 മണിക്കൂറും ദൈവദൂതന്മാർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. നിത്യത്തിലും നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കും. ദൈവം നമ്മളെക്കുറിച്ച് അതാണല്ലോ ആഗ്രഹിക്കുന്നത്. സഭായോഗങ്ങളിൽ നാം ദൈവത്തിന് സഭാമധ്യേ സ്തുതിക്കും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ പറ്റുകയില്ല.
ഒഴിഞ്ഞു മാറിയാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന സ്നേഹക്കുറവാണ്. ദൈവത്തെ ആരാധിക്കുവാൻ വന്നാൽ ഒരു ജോലി തീർക്കലല്ല, സർവവും ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. ഭക്തിയോടെ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവം തന്ന ഓരോ ഉപകാരങ്ങൾക്കൊക്കെയും നന്ദി പറയുക. 123 സങ്കീർത്തനം വായിക്കുമ്പോൾ, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്നപോലെ ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. അപ്പോൾ അശുദ്ധമായും അലക്ഷ്യമായും സമ്പൂർണ്ണ സമർപ്പണമില്ലാതെയും ആരാധന ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ദൈവത്തിലേക്കായിരിക്കുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റ് ചിന്തകളൊക്കെ വിട്ടിട്ട് ദൈവത്തിൽ മാത്രം ശ്രദ്ധിച്ച് അവനിലെല്ലാം സമർപ്പിക്കുക. എല്ലാം അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും. ഇതാണ് ആരാധന ജീവിതത്തിലും സഭയിലും വെളിപ്പെടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിലും ദൈവ വിഷയങ്ങളിലും ലോകത്തെക്കാളും ലോകബന്ധങ്ങളെക്കാളും എപ്പോഴും കൂടുതൽ ശ്രദ്ധയും പ്രാധാന്യവും കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. ഇതാകുന്നു ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന. ഇതനുസരിക്കുമ്പോൾ ദൈവം നമ്മളെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. ആ പിതാവ് കന്യകയുള്ള ഭൂമിയിലെ പിതാക്കന്മാർ. ആ പിതാവ് എന്തു പറയുന്നു അതനുസരിക്കുക. അതിൽ മറ്റ് തടസ്സങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആ പിതാവിനോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഓരോ ഭക്തന്മാരും ചെയ്യേണ്ടത്. അപ്പോൾ സ്വർഗസ്വനായ പിതാവൻ നമ്മുടെ വലം കൈ പിടിച്ച് ഉന്നതമായ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതിനായി നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവവചനങ്ങളെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥന നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.